നമസ്കാരം. സ്വർണ്ണവില ഇതെങ്ങോട്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് മഞ്ഞലോഹത്തിന്റെ വിലയിലെ കുതിപ്പ്. ഇന്നലെ 24 ക്യാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് ഇന്ത്യയിൽ രേഖപ്പെടുത്തിയ വില 9,038.3 രൂപയായിരുന്നു. 22 ക്യാരറ്റിനും വില 8,000-ന് മുകളിലെത്തി. 1 ഗ്രാമിന് 8,286.3 രൂപയാണ് നൽകേണ്ടത്. സ്വർണ്ണവില റോക്കറ്റ് പോലെ കുതിക്കുമ്പോഴും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിനോടുള്ള ആളുകളുടെ പ്രിയത്തിന് യാതൊരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ വലിയ ലാഭം പ്രതീക്ഷിച്ച് കടമെടുത്ത അടക്കം ആളുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നുമുണ്ട്. അതേസമയം സ്വർണം പോലെ തന്നെ വെള്ളി വിലയും കുതിക്കുകയാണെന്നതാണ് മറ്റൊരു സത്യം. 2025 അപ്രതീക്ഷിത മുന്നേറ്റമാണ് വെള്ളി വിലയിലും രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്വർണ്ണവിലയിൽ 40% വർധനവാണ് സംഭവിച്ചതെങ്കിൽ വെള്ളി വിലയിൽ ഉണ്ടായത് 34% വർധനയാണ്. ആഗോള വിപണിയിൽ വെള്ളിയുടെ വില ഔൺസിന് $33. ഇന്ത്യയിൽ 1 കിലോ വെള്ളിക്ക് 1 ലക്ഷം നൽകണം. സ്വർണ്ണ വിലയാകട്ടെ ഔൺസിന് $3030. 10 ഗ്രാമിന് 88,500 രൂപയാണ് വില. സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില മത്സരിച്ചുയരുമ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഇപ്പോൾ ഈ ലോഹങ്ങളിൽ നിക്ഷേപിക്കുന്നത് ഭാവിയിൽ ഗുണകരമാകുമോ എന്നത് തന്നെയാണ്. അതേസമയം ദിവസങ്ങൾക്ക് മുമ്പ് പിടിവിട്ട് ഉയർന്ന സ്വർണ്ണവില തുടർച്ചയായ 2ാം ദിവസവും താഴേക്കായതാണ് കാണാനായത്. കഴിഞ്ഞ ദിവസം 320 രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഈ മാസം ആദ്യം 1 പവൻ സ്വർണത്തിന്റെ വില 63,520 രൂപയായിരുന്നു. പിന്നീടായിരുന്നു വില കുതിച്ചു കയറിയത്. മാർച്ച് 17-ന് ശേഷം ആദ്യമായാണ് സ്വർണ്ണവില 66,000-ൽ നിന്ന് താഴേക്ക് എത്തിയത്. അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകൾ, നികുതികൾ, വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണ്ണ വിലയെ സ്വാധീനിക്കുന്നത്. സ്വർണത്തിൽ നിക്ഷേപിച്ചവർ ലാഭമെടുത്ത് നടത്തിയതും വില കുറയുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. ഓഹരി വിപണികൾ തിരിച്ചു വരുന്നത് സ്വർണത്തിലേക്ക് നിക്ഷേപം മാറ്റിയവരുടെ മനസ്സ് മാറ്റാൻ ഇടയുണ്ട്. അങ്ങനെ സംഭവിക്കുന്നത് വില വലിയ തോതിൽ ഉയരുന്നതിന് കാരണമാകും. വരും ദിവസങ്ങളിൽ ലാഭമെടുപ്പ് പ്രവണത വർദ്ധിച്ചാൽ സ്വർണത്തിൽ വലിയൊരു ഇടിവിന് സാധ്യതയുണ്ടെന്ന സൂചനകളും വിദഗ്ധർ നൽകുന്നുണ്ട്. അങ്ങനെ വന്നാൽ കേരളത്തിലും സ്വർണ്ണവില താഴും. അടുത്ത മാസം വിവാഹ സീസൺ ആരംഭിക്കാനിരിക്കെ സ്വർണ്ണവില കുറഞ്ഞത് കുടുംബങ്ങൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ്. സ്വർണത്തിന്റെ രാജ്യാന്തര വില, ഡോളറിനെതിരെ രൂപയുടെ വിനിമയ നിരക്ക്, സ്വർണ്ണ ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകളുടെ നിരക്ക്, കസ്റ്റംസ് ഡ്യൂട്ടി എന്നിവയാണ് സ്വർണത്തിന്റെ വില നിർണ്ണയിക്കുന്നതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണ വിലയിൽ പ്രതിഫലിക്കും. അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല. രൂപയുടെ മൂല്യം, പ്രാദേശികമായ ആവശ്യകത, ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നിലവിലെ ഇടിവ് വിവാഹ സീസണ് മുന്നോടിയായി ആഭരണ വ്യാപാരികൾക്കും ഉപയോക്താക്കൾക്കും ആശ്വാസം പകരുന്നതാണ്. കഴിഞ്ഞ മാസം വില കുതിച്ചപ്പോൾ വിൽപ്പനയിൽ കാര്യമായ കുറവുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇടിവ് ഉപയോക്താക്കളെ തിരികെ കൊണ്ടുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.